എൻ്റെ പേര് അരുൺ. ആദ്യത്തെ 3 വീഡിയോയിലും നമ്മൾ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ നിങ്ങൾക്കായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഷ് ബോൺ ചാർട്ട് ഈസ് ആൾസോ കാൾഡ് ആസ് ഡാഷ്. നമ്മളിത് 7 ക്വാളിറ്റി ടൂൾസിൽ പറഞ്ഞതായിരുന്നു ഫിഷ് ബോൺ ചാർട്ട്. നമ്മുടെ ഓപ്ഷനിൽ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, സ്കാറ്റർ ഡയഗ്രാം, കൺട്രോൾ ചാർട്ട്, ഹിസ്റ്റോഗ്രാം ഉണ്ട്. ഫിഷ് ബോൺ ചാർട്ടിനെ പറയുന്ന മറ്റൊരു പേര് കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം എന്നാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ PDCA സൈക്കിൾ P സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. നമ്മൾ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്. P പ്ലാൻ, ഡു ഫോർ ഡി, C ഫോർ ചെക്ക്, A ഫോർ ആക്ട്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. നമ്മുടെ ഓപ്ഷനിൽ പ്രോസസ് ഉണ്ട്, പ്ലാൻ ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്. ആൻസർ പ്ലാൻ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. എക്സ്പാൻഷൻ ഓഫ് QMS, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് QMSന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, ദ PDCA മീൻസ് ഡാഷ്. നേരത്തെ ഇതിന്റെ മറ്റൊരു രൂപത്തിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ്. PDCA മീൻസ് ഡാഷ് അല്ലെങ്കിൽ PDCA സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് എന്ന് എക്സാമിന് ചോദിക്കാം. ഇവിടെ ഓപ്ഷൻ എ പ്ലാൻ, ഡെവലപ്പ്, കൺട്രോൾ, ആക്ട്. ബി പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. സി പ്ലാൻ, ഡെവലപ്പ്, ചെക്ക്, ആക്ട്. ഡി പ്ലാൻ, ഡു, കൺട്രോൾ, ആക്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. അടുത്തതായിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലർ ക്വാളിറ്റി ടൂൾസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ 7 ക്വാളിറ്റി ടൂൾസിന്റെ കാര്യം. അത് തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി 7 ആണ്. ക്വാളിറ്റി ടൂൾസ് 7 എണ്ണമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. അടുത്തതായി വാട്ട് ഡസ് സിറി സ്റ്റാൻഡ്സ് ഫോർ. ഇത് നമ്മൾ ഹൗസ് കീപ്പിങ്ങിന്റെ ഭാഗമായിട്ട് 5S കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിറി, സെയ്റ്റൻ, സിസോ, സിക്കേറ്റ്സു, ഷിറ്റ്സുക്കി. അതിൽ സിറി സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് എന്നാണ്, അല്ലെങ്കിൽ വാട്ട് ഡസ് സിറി സ്റ്റാൻഡ്സ് ഫോർ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷനിൽ സോർട്ടിംഗ് ഔട്ട് ഉണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഉണ്ട്. സിറി സ്റ്റാൻഡ്സ് ഫോർ സോർട്ടിംഗ് ഔട്ട്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹിസ്റ്റോഗ്രാം ഇൻ ക്വാളിറ്റി ടൂൾ. ക്വാളിറ്റി ടൂളിൽ ഹിസ്റ്റോഗ്രാമിന്റെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ 7 ക്വാളിറ്റി ടൂൾസ് പഠിച്ചപ്പോൾ ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ടൂൾസ് ആൻഡ് ഫങ്ഷൻസ്. എ നാരോ ഡൗൺ ദ പ്രോബ്ലം ഏരിയ, ബി എഫക്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് കോസസ്, സി ഇൻഡിക്കേറ്റ്സ് ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഡി ആക്സസ് ഫാക്ടേഴ്സ് ഫോർ പ്രോബ്ലം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇൻഡിക്കേറ്റ്സ് ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ആ ബാർ ചാർട്ട് ഷേപ്പ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോബ്ലം കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആൻസർ ഇൻഡിക്കേറ്റ്സ് ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത, വാട്ട് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ISO 9001 രജിസ്ട്രേഷൻ. നമ്മൾ ISO 9000 രജിസ്ട്രേഷനിൽ 14 സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ, ഇന്റേണൽ ഓഡിറ്റ്, മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്, സർട്ടിഫിക്കേഷൻ ആൻഡ് ഓഡിറ്റ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഓഡിറ്റ് ആണ്. ഇത് മുൻകാലങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആവർത്തിച്ച് കണ്ടിട്ടുള്ള ചോദ്യം കൂടിയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം യൂസ്ഡ് ഫോർ വേസ്റ്റ്. നമ്മൾ 3MU പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുറി, മുട, മുറ. ഇതിൽ വേസ്റ്റ് സൂചിപ്പിക്കുന്നത് മുട, MUDA. നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഫോർമുല ഈസ് കറക്റ്റ് ടു ക്വാണ്ടിഫൈ ദ ക്വാളിറ്റി. ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Q is equal to P/E, Q is equal to Q/E, E is equal to E/P, P is equal to Q/P. നമ്മൾ ISO ഡിഫൈൻ ചെയ്തിരിക്കുന്ന Q is equal to P/E എന്നാണ്. അതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ Q ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നു, P പെർഫോമൻസ്, അതുപോലെ E എക്സ്പെക്ടേഷൻ. Q is equal to P/E ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 1നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
കസ്റ്റമറിന് പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമറിന് പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഈസ് നോട്ട് എ ബേസിക് ടൂൾ യൂസ്ഡ് ഇൻ ക്വാളിറ്റി സർക്കിൾ? ക്വാളിറ്റി സർക്കിളിൽ ഉപയോഗിക്കാത്ത ടൂൾ ഏതാണെന്ന്. ഇവിടെ ഹിസ്റ്റോഗ്രാം ഉണ്ട്, പാരറ്റോ ചാർട്ട് ഉണ്ട്, ചെക്ക് ഷീറ്റ് ഉണ്ട്, ടോർക്ക് വ്രഞ്ച് ഉണ്ട്. ടോർക്ക് വ്രഞ്ച് ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യനിൽ നോട്ടെന്നോ എക്സെപ്റ്റ് എന്നോ ഉണ്ടെങ്കിൽ അല്ലാത്തത് വേണം എഴുതേണ്ടത്. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഇവിടെ ആൻസർ ടോർക്ക് വ്രഞ്ച്. അടുത്തത് വിച്ച് വൺ ഈസ് നോട്ട് ദ സർട്ടിഫൈഡ് ISO സ്റ്റാൻഡേർഡ്? നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് വൺ ഈസ് നോട്ട് ദ സർട്ടിഫൈഡ് ISO സ്റ്റാൻഡേർഡ്? സർട്ടിഫൈഡ് ISO സ്റ്റാൻഡേർഡ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ISO 9010, ISO 9001, ISO 9002, ISO 9003. ഇവിടെ ആൻസർ ISO 9010 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ISO സ്റ്റാൻഡേർഡ് അല്ലാത്തത് എന്നായിരുന്നു. അപ്പോൾ ആൻസർ ISO 9010. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റി? ക്വാളിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഓഫ് ഡിസൈൻ, ക്വാളിറ്റി ഓഫ് അഷുറൻസ്, ക്വാളിറ്റി ഓഫ് നോൺ കൺഫോമൻസ്. ഇവിടെ ഉത്തരം ക്വാളിറ്റി ഓഫ് നോൺ കൺഫോമൻസ് ആണ്. കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റിയാണ്. എന്നാൽ ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് ശരിയുത്തരമാണ്. കാര്യം ക്വാളിറ്റി ഓഫ് കൺട്രോൾ, ക്വാളിറ്റി ഓഫ് ഡിസൈൻ, ക്വാളിറ്റി ഓഫ് അഷുറൻസ്, ക്വാളിറ്റി ഓഫ് കൺഫോമൻസ് ആണ്. ഇവ നാലുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ക്വാളിറ്റി ഓഫ് നോൺ കൺഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്വാളിറ്റി വാസ് സ്റ്റേറ്റഡ് ബൈ ക്വാളിറ്റി ഗുരു ഡോക്ടർ JM ചൂരൻ? താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ഡോക്ടർ JM ചൂരൻ ക്വാളിറ്റിയുടെ എക്സ്പാൻഷൻ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? ക്വാളിറ്റി ഷുഡ് ബി എയിംഡ്, ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്, ക്വാളിറ്റി ഈസ് വാല്യൂ ഫോർ മണി, ക്വാളിറ്റി ഈസ് കൺഫോമൻസ് ടു റിക്വയർമെന്റ്. ഇവിടെ ക്വാളിറ്റി ഗുരുവായിട്ടുള്ള ഡോക്ടർ JM ചൂരൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്. അനദർ നെയിം ഓഫ് ക്വാളിറ്റി സർക്കിൾ? ക്വാളിറ്റി സർക്കിളിന്റെ 5 പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്വാളിറ്റി സർക്കിൾ വരുന്ന മറ്റൊരു പേര് എന്ന് വെച്ചാൽ ലാർജ് ഗ്രൂപ്പ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഗ്രൂപ്പ്, പ്രൊഡക്ടിവിറ്റി സർക്കിൾ, ഓൺട്രപ്രണർ സർക്കിൾ. ശരിയായിട്ടുള്ള ഉത്തരം പ്രൊഡക്ടിവിറ്റി സർക്കിൾ ആണ്. ISOയുടെ ഹെഡ്ക്വാർട്ടർ ഓഫ് ISO ഈസ് അറ്റ് ഡാഷ്. ആൻസർ ജനീവ, സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലുള്ള ജനീവയിലാണ് ISOയുടെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. കെയ്സൻ മീൻസ് ഡാഷ്. നമ്മൾ 3ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെയ്സൻ എന്ന് പറഞ്ഞ 2 വാക്കിൽ നിന്നാണ് കെയ്സൻ എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. കെയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്, സെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ്. അങ്ങനെ കെയ്സൻ മീൻസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. മറ്റുള്ള ഓപ്ഷൻ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്, പ്രിവെന്റീവ് മെയിൻ്റനൻസ്, സോർട്ടിംഗ് ഔട്ട്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇൻ ഹൗസ് കീപ്പിംഗ് 5S കോൺസെപ്റ്റ് വിച്ച് S സ്റ്റാൻഡ്സ് ഫോർ ക്ലിയറൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5S കോൺസെപ്റ്റിൽ സെറി, സെയ്റ്റൻ, സിസോ, സിക്കേറ്റ്സോ, ഷിറ്റ്സുക്കെ. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ലിയർനെസ് എന്ന് മീനിങ് വരുന്ന 5S കോൺസെപ്റ്റിൽ ഏത് S എന്നാണ്. ഇവിടെ ഓപ്ഷനിൽ സെറി ഉണ്ട്, സെയ്റ്റൻ ഉണ്ട്, സിസോ ഉണ്ട്, ഷിറ്റ്സുക്കെ ഉണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിസോ. അതേപോലെ മറ്റൊരു ചോദ്യം, വിച്ച് S ഓഫ് ദി 5S കോൺസെപ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ അറേഞ്ചിങ് എ പ്ലേസ് ഫോർ എവരിത്തിങ് ആൻഡ് എവരിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്? 5S കോൺസെപ്റ്റിൽ വരുന്ന ഒരു S അത് മീനിങ് ആയിട്ട് പറയുന്നത്, അതിന്റെ കോൺസെപ്റ്റ് പറയുന്നത് എ പ്ലേസ് ഫോർ എവരിത്തിങ് ആൻഡ് എവരിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് എന്ന് പറയുന്നത് 5S കോൺസെപ്റ്റിൽ ഏത് S ആണ്? നമ്മൾ ഓപ്ഷൻ സെറി ഉണ്ട്, സെയ്റ്റൻ ഉണ്ട്, സിസോ ഉണ്ട്, ഷിറ്റ്സുക്കെ ഉണ്ട്. ശരി ഉത്തരം എന്ന് പറയുന്നത് സെയ്റ്റൻ ആണ്. 20ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ISO 9001 ഡോക്യുമെന്റേഷൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഡോക്യുമെന്റ്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ഡോക്യുമെന്റ് ഏതെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇൻ ISO 9000 ഡോക്യുമെന്റേഷനിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് ഫസ്റ്റ് ലെവലായിട്ട് വരുന്ന ഡോക്യുമെന്റ്? ക്വാളിറ്റി പ്രൊസീജിയർ ഉണ്ട്, ക്വാളിറ്റി മാനുവൽ ഉണ്ട്, വർക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, റെക്കോർഡ്സ് ഉണ്ട്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ക്വാളിറ്റി മാനുവൽ ആണ്. അടുത്ത 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ത്രൂ
There are many definitions on quality. The concept of quality as per modern latest requirement is dash. നോക്കാം. Though there are many definitions on quality. ക്വാളിറ്റിക്ക് ഒന്നിലധികം ഡെഫിനിഷൻസ് ഉണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി ആസ് പെർ മോഡേൺ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് റിക്വയർമെന്റ്. മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ് അനുസരിച്ചുള്ള ക്വാളിറ്റി കോൺസെപ്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ടു പ്രൊഡ്യൂസ് ആസ് പെർ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ, ടു പ്രൊഡ്യൂസ് എ കമ്പോണന്റ് വിത്ത് എ ഡ്യൂറബിലിറ്റി, ടു അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ടു പ്രൊഡ്യൂസ് എ കമ്പോണന്റ് അറ്റ് ചീപ്പർ കോസ്റ്റ്. നമുക്കറിയാം ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എങ്കിൽ ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങിക്കുന്നില്ല, അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നില്ല, കൺസ്യൂമേഴ്സ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം. അപ്പം അതുകൊണ്ടാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ കമ്പനിയും രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ടു അച്ചീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ ISO 9001 quality system that totally leads to overall quality improvement? What is the important element in ISO 9001? ISO 9000 വരുന്ന പ്രധാനപ്പെട്ട എലമെന്റ് ഏതാണ്? ISO 9000 ക്വാളിറ്റി സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെന്റ് that totally leads to overall quality improvement. അത് ടോട്ടലായിട്ട് നമ്മളെ വഴിതെളിക്കുന്നത് ഏതാ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടി, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ISO 9000 ക്വാളിറ്റി സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെന്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ ക്വാളിറ്റി ഓഡിറ്റ് ആൻഡ് MRM ഫോർ എഫക്റ്റിംഗ് ഇംപ്ലിമെന്റേഷൻ ഓഫ് QMS, ഇംപ്രൂവിംഗ് ദ ഡിസൈൻ ഓഫ് എ പ്രോഡക്റ്റ്, ഇംപ്രൂവിംഗ് ദ സ്കിൽ ഓഫ് എ പ്രോഡക്റ്റ്, ഇംപ്രൂവിംഗ് ദ മെഷീനറീസ്. ഇവിടെ ആൻസർ വരുന്നത് ക്വാളിറ്റി ഓഡിറ്റ് ആൻഡ് MRM. MRM എന്ന് പറയുന്നത് മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് മീറ്റിംഗ് ആണ് ഫോർ എഫക്റ്റിംഗ് ഇംപ്ലിമെന്റേഷൻ ഓഫ് QMS. QMS എന്ന് പറയുമ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ TQM. TQM നമുക്കറിയാം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. എക്സ്പാൻഷൻ ആയിട്ട് ചിലപ്പോൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്നാണ്. TQM എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് is the integration of all functions and processes within an organization in order to achieve continuous improvement of the quality of goods and services. The goal is dash. നമുക്കറിയാം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് വരുന്നത്. ഈസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഓൾ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്ന എല്ലാ ഫങ്ഷൻസിനും പ്രോസസ്സിനെയും ഏകീകരിച്ച് ടു അച്ചീവ് എന്താണ്? കോണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഓഫ് ദി ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അവരുടെ ആ ഒരു കമ്പനിയുടെ ആവാം അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ ആവാം, അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, അവരുടെ ഗുഡ്സിന്റെ ആയാലും സർവീസ് ആയാലും ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ എന്തിന് ലക്ഷ്യം വെച്ചാണ് അവർ ചെയ്യുന്നത്? നമുക്കറിയാം നേരത്തെ പറഞ്ഞാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ആക്കാൻ ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിന് പറ്റിയില്ല എങ്കിൽ ആ കമ്പനിക്ക് നിലനിൽപ്പിൽ കാണത്തില്ല, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നിലനിൽപ്പ് കാണത്തില്ല. നമുക്കറിയുന്നതിന് ഓരോ കമ്പനിയുടെയും പ്രോഡക്റ്റ് നമ്മൾ ഒരു പേര് പോലും കേൾക്കാത്ത ഒട്ടനവധി പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ചില പ്രോഡക്റ്റുകൾ മാത്രം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയത് കൊണ്ട് തന്നെയാണ്. രണ്ട് അവരുടെ ക്വാളിറ്റി, പിന്നെ സെയിൽസ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ആകാം, പിന്നെ കമ്പനിയുടെ ഗുഡ് വില്ലാകാം. മെയിനായിട്ട് ഇപ്പോൾ പല കമ്പനികളും ഊന്നൽ കൊടുക്കുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് വരും കാലങ്ങളിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാത്ത, കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റിനൊന്നും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇത് ഇത്രയുമാണ് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ. ഇതിൽ പല ചോദ്യങ്ങളും എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്.